ഫ്രണ്ട്സ്, ബ്രൈറ്റ് ഫ്യൂച്ചർ പി എസ് സിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കഴിഞ്ഞ സെഷനിൽ 50ഓളം ചോദ്യങ്ങൾ തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള PYQs ഡിസ്കസ് ചെയ്തിരുന്നു. PYQs നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇനി വരുന്ന മത്സര പരീക്ഷകൾക്ക്, ഇനി വരുന്ന PSC എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള, അത് BFA ആയിക്കോട്ടെ, 10th പ്രിലിംസ് ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുകളും അല്ലാത്തതുമായ ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ 51 മുതൽ 115 വരെയുള്ള ഒരു 115 ചോദ്യങ്ങൾ വരെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത്. ആ ഒരു 115 ചോദ്യങ്ങൾ വരെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ 51 മുതൽ 115 വരെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ചോദ്യങ്ങളും വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ സഹായകമാവും. കാരണം നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം കമൻറ്റ് ചെയ്യുന്നു, പക്ഷേ അതോടൊപ്പം തന്നെ ശരി ഉത്തരം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതും അത് തിരുത്തിയിട്ട് നിങ്ങൾ ശരിയിലേക്ക് എത്തുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓരോ ചോദ്യവും കഴിയുമ്പോഴും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ മാറ്റിവെച്ച സെക്കൻഡ് സ്റ്റേജ് 10th പ്രിലിംസിൻ്റെ എക്സാം ഓഗസ്റ്റ് 22-നാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷ അപ്പിയർ ചെയ്യാനുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു 2 ക്ലാസ്സിൽ നിന്ന്, അതായത് പാർട്ട് 1-ൽ നിന്നും പാർട്ട് 2-ൽ നിന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100-115 ചോദ്യം കൃത്യമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തായാലും ഞാൻ ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വാല്യുബിൾ ആയിരിക്കും, വെർത്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം വായിക്കുക. 51ാമത്തെ ചോദ്യമാണ്. 51ാമത്തെ ചോദ്യം എന്താണ്? സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം ഏതാണെന്നാണ്. സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1838, ഓപ്ഷൻ ബി 1834, ഓപ്ഷൻ സി 1840, ഓപ്ഷൻ ഡി 1830. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ശരി ഉത്തരം? നിങ്ങൾ കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഓക്കെ, ഓപ്ഷൻ എ 1838 അതോ ഓപ്ഷൻ ബി 1834 അതോ ഓപ്ഷൻ സി 1840 ഓപ്ഷൻ ഡി 1830? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമുക്ക് ശരി ഉത്തരത്തിലേക്ക് പോവാം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1834. ഓക്കെ, സ്വാതി തിരുനാൾ 1834 തിരുവനന്തപുരത്ത് ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. അത് പിന്നീട് എന്തായി മാറി? 1834 സ്ഥാപിച്ച ഈ സ്കൂളാണ് പിന്നീട് രാജാസ് ഫ്രീ സ്കൂളായി മാറുകയും ശേഷം അത് യൂണിവേഴ്സിറ്റി കോളേജായി പരിവർത്തനപ്പെടുകയും ചെയ്തു. എന്താണ്? 1834 സ്വാതി തിരുനാൾ തിരുവിതാംകൂർ സ്ഥാപിച്ച ഇംഗ്ലീഷ് സ്കൂളാണ് പിന്നീട് രാജാസ് സ്കൂളായി മാറുന്നു. ശേഷം അത് യൂണിവേഴ്സിറ്റി കോളേജായിട്ട് മാറ്റപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 51ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി നമ്മൾ 52ാമത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കണക്റ്റഡ് ഫാക്ട്സ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ മുമ്പത്തെ ക്ലാസ്, അതായത് 1ാമത്തെ ചോദ്യം മുതലുള്ള ക്ലാസ് കൂടെ കണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കണക്റ്റഡ് ഫാക്റ്റ് അതിൽ കിട്ടും. എങ്കിലും കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞു പോകാം. എന്താണ്? 1836 സെൻസസ് തുടങ്ങിയത് ആരായിരുന്നു? സ്വാതി തിരുനാളാണ്. സെൻസസ് കേട്ടോ, ക്രമീകൃത സെൻസസ് അല്ല, സെൻസസ് ആരംഭിച്ചത് സ്വാതി തിരുനാളായിരുന്നു 1836. അതോടൊപ്പം തന്നെ 1837 വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതും ആരാണ്? സ്വാതി തിരുനാളാണ്. ക്രമീകൃത സെൻസസ് ആയില്യം തിരുനാളിൻ്റെ കാലത്തായിരുന്നു ക്രമീകൃത സെൻസസ്. എന്നാൽ സെൻസസ് സ്വാതി തിരുനാളാണ് ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചതാരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 52. എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്നാണ്.
പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മയാണോ? ഓപ്ഷൻ ബി സ്വാതി തിരുനാളാണോ? ഓപ്ഷൻ സി ആയില്യം തിരുനാളാണോ? ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാളാണോ? നിങ്ങളുടെ ശരി ഉത്തരം കമൻറ്റ് ചെയ്തു തുടങ്ങിക്കോളൂ. എല്ലാവരും ശരി ഉത്തരം ആയിക്കോട്ടെ തെറ്റുത്തരം ആയിക്കോട്ടെ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഞാൻ ശരി ഉത്തരം കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങളെ ഉത്തരം എന്താണോ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തെറ്റിൽ നിന്നും ശരിയിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പം. അതായത് തെറ്റ് പറ്റും, സ്വാഭാവികമാണ്. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരല്ല. അതുകൊണ്ട് തന്നെ തെറ്റ് പറ്റും. പക്ഷേ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് എത്തുക എന്നതാണ് ഒരു ശരിയായ മാർഗം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ശരി ഉത്തരം ഏതാണ്? നമുക്ക് ശരി ഉത്തരം നോക്കാം. ശരി എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറയുന്നത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. 1865 ഓക്കെ, 1865 തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നു. കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും എന്താണ്? ഈ പണ്ടാരപ്പാട്ട വിളംബരമാണ്. എന്താണ് പറഞ്ഞത്? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. അത് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിന് തെക്കുമുഖം, വടക്കേ മുഖം, തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവ ആര് എന്നാണ് 53ാമത്തെ ചോദ്യം. 53ാമത്തെ ചോദ്യം എന്താണ്? തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവ ആര്? ആരാണ് തിരുവിതാംകൂർ ദളവ? ശരി ഉത്തരം എന്ന് പറയുന്നത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. ആരാണ് ശരി ഉത്തരം? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് ശരി ഉത്തരം. റവന്യൂ ഭരണം കാര്യക്ഷമമാക്കാൻ തിരുവിതാംകൂറിനെ 3 ആയി വിഭജിച്ചത് ദിവാൻ അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയാണ്. ഫ്രണ്ട്സ്, നമുക്ക് ചോദ്യം 54ലേക്ക് പോകാം. എന്താണ് ചോദ്യം 54? തിരുവിതാംകൂറിന് അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്ത ദിവാൻ. തിരുവിതാംകൂറിന് അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്ത ദിവാൻ ആരാണെന്നാണ്. ആരാണ് തിരുവിതാംകൂറിന് അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്ത ദിവാൻ? സർ സി പി രാമസ്വാമി അയ്യരാണോ? പി രാജഗോപാലാചാര്യാണോ? ജോൺ മൺറോ ആണോ? രാജാ കേശവദാസ് ആണോ? ആരാണ് ശരി ഉത്തരം? ശരി ഉത്തരം സർ സി പി രാമസ്വാമി അയ്യരാണ്. ആരാണ് ശരി ഉത്തരം? സർ സി പി രാമസ്വാമി അയ്യറാണ് ശരി ഉത്തരം. തിരുവിതാംകൂറിന് അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്ത ദിവാനാണ് സർ സി പി രാമസ്വാമി അയ്യർ. ഇതേ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ ദിവാനും കൂടിയായിരുന്നു. ഇദ്ദേഹം ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്തത്, അല്ലെ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത്? അത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. ഏതാണ്? ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്, അല്ലെ ഭരണകാലഘട്ടത്തിലാണ് സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിന് അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. സർ സി പി രാമസ്വാമി അയ്യരുമായി ബന്ധപ്പെട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ആരായിരുന്നു? സി പി രാമസ്വാമി അയ്യരായിരുന്നു. ആരാണ്? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു? സർ സി പി രാമസ്വാമി അയ്യറായിരുന്നു. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനും ആരാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ്. എന്താണ്? സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനും ആരാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ്. സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു? KCS മണിയാണ്. ആരാണ്? KCS മണിയായിരുന്നു സർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത്. പുന്നപ്ര വയലാർ സമരമൊക്കെ ആരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്? സർ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിനോടുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് പുന്നപ്ര വയലാർ സമരമൊക്കെ ആരംഭിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ, അതായത് സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങളോട് അസഹിഷ്ണുതയുണ്ടായിരുന്ന ജനങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്നു. അതിൽ അങ്ങനെ വധിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു KCS മണി. ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരായിരുന്നു? അതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഏത് വർഷം? 1936 നവംബർ 12-നാണ്. 1936 നവംബർ 12-നായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അത് പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചോദ്യം 55ലേക്ക് പോകാം. ചോദ്യം 55 എന്താണ്?
ചോദ്യം 55. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ചത് ആരാണെന്നാണ്. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ അതുപോലെ അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ചത് ആരാണ്? റാണി ഗൗരി പാർവതിബായി ആണോ, ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആണോ, വേലുത്തമ്പി ദളവയാണോ, സ്വാതി തിരുനാളാണോ? ആരാണ് തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ചത്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് ശരി ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ശരി ഉത്തരം നോക്കാം. ശരി ഉത്തരം ആരാണ്? ഓപ്ഷൻ ബി ആണ്, റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അതായത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1810 മുതൽ 1815 വരെയാണ്. തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. എന്താണ്? തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. മറ്റ് വിശേഷണങ്ങൾ എന്തൊക്കെയാണ് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ? തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ ഭരണാധികാരി ആരാണ്? അതും റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അതുപോലെ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? അതും റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അതുപോലെ തന്നെ 1812 ഡിസംബർ 5 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കുന്നത്. ഓക്കെ. കൂടാതെ സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടയ സമ്പ്രദായം എന്നിവ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? അതും ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിൽ ജില്ലാ കോടതി അതുപോലെ അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? അതും റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അതും 1810 മുതൽ 15 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിനിടയ്ക്കാണ് ഈ തിരുവിതാംകൂർ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിക്കുന്നത്. ഓക്കെ. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയും ആര് തന്നെയായിരുന്നു? അതും റാണി ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു. അതുപോലെ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തതും റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ്. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ പുത്രനായിരുന്നു സ്വാതി തിരുനാൾ. ഇതൊക്കെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കണക്റ്റഡ് ഫാക്ടോട് പറയാം. അതായത് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ ദിവാനായിരുന്നു. ദിവാൻ ഉമ്മണി തമ്പിക്ക് ശേഷം വന്നിട്ടുള്ള തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനായിരുന്നു കേണൽ മൺറോ. കേണൽ മൺറോ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ദിവാനായിരുന്നു. 1811 തിരുവിതാംകൂറിൽ റെസിഡൻ്റായി അദ്ദേഹം നിയമിതനാവുന്നത്. 1811 തിരുവിതാംകൂർ റെസിഡൻ്റായി നിയമിതനായിരുന്നു ദിവാനായിരുന്നു കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാനും ആരായിരുന്നു? കേണൽ മൺറോ ആയിരുന്നു. തിരുവിതാംകൂർ ചരിത്രത്തിൽ ആദ്യ ഹൈന്ദവേതര ദിവാനും ആരായിരുന്നു? കേണൽ മൺറോ ആയിരുന്നു. അതുപോലെ തന്നെ ചട്ടവരി ഓലകൾ എന്ന പേര് നിയമസംഹിത എഴുതി തയ്യാറാക്കിയ ദിവാനും ആരാണ്? കേണൽ മൺറോ ആണ്. പിന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനും കേണൽ മൺറോ തന്നെയാണ്. ഇത് കേണൽ മൺറോയെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 55ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും കുറെ കണക്റ്റഡ് ഫാക്റ്റും കിട്ടിയെന്ന് കരുതുന്നു. നമുക്ക് ചോദ്യം 56 പോകാം. ഓക്കെ. ചോദ്യം 56 എന്താ? സർ CP രാമസ്വാമി അയ്യർ ആരുടെ ദിവാനായിരുന്നു? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു പോയതാണ്. ആരുടെ ദിവാനായിരുന്നു? ചോദ്യം 57 എന്താണ്? തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി ആര്? ചോദ്യം 57 തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി ആരാണെന്നാണ്. ഓപ്ഷൻ എ ശ്രീ ചിത്ര തിരുനാള്, ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാള്, ഓപ്ഷൻ സി റാണി ഗൗരി പാർവതിബായി, ഓപ്ഷൻ ഡി സേതുലക്ഷ്മിബായി. ഇത് ശരി ഉത്തരം ആരാണ്? ശരി ഉത്തരം ആരാണ്? റാണി സേതുലക്ഷ്മിബായി ആണ്. ആരാണ് ശരി ഉത്തരം? റാണി സേതുലക്ഷ്മിബായി ആണ് തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി. ഇതേ റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ റിജന്റ് ഭരണാധികാരി എന്ന് പറയുന്നത്. റിജന്റ് ഭരണാധികാരി എന്ന് പറയുന്നത് ആരായിരുന്നു? റാണി സേതുലക്ഷ്മിബായി. അതായത് നിയമപ്രകാരം ഈ ഒരു കാലഘട്ടത്തിൽ രാജാവായി വരേണ്ടിയിരുന്നത് സ്വാതി തിരുനാളായിരുന്നു. പക്ഷെ സ്വാതി തിരുനാളിന് രാജാവാകാനുള്ള പ്രായം തികയാത്തത് കൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഭരണം ഏറ്റെടുത്ത ആളാണ് റാണി സേതുലക്ഷ്മിബായി. അതായത് സ്വാതി തിരുനാളിൻ്റെ മാതൃ സഹോദരിയായിരുന്നു റാണി സേതുലക്ഷ്മിബായി. ഓക്കെ. 1924 മുതൽ 1931 വരെ റിജന്റ് ഭരണാധികാരിയായി തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ റാണിയായിരുന്നു സേതുലക്ഷ്മിബായി. ഓക്കെ. തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി. അത് എന്തുകൊണ്ടാണ് അത് പാസ്സാക്കേണ്ടി വരുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയതിന് ശേഷം
പത്രങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതായത് അക്കാലത്തെ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രാജാധികാരത്തിൻ്റെ ഭാഗത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെയൊക്കെ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിൽ എഴുതുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത് ആർക്ക് ക്ഷീണമായിരുന്നു? ഈ രാജ കുടുംബാംഗങ്ങൾക്ക് ക്ഷീണമായിരുന്നത് കൊണ്ട് തന്നെ ഈ പത്രം അവർക്ക് നിരോധിക്കേണ്ടി വന്നു. അങ്ങനെ പത്ര ഓഫീസ് കണ്ടുകെട്ടുകയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊരു ട്രാവൻകൂർ ന്യൂസ് പേപ്പർ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവരുന്നു. ആ 1926 ട്രാവൻകൂർ ന്യൂസ് പേപ്പർ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നത് ആരാണ്? സേതുലക്ഷ്മിബായി ആണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ചോദ്യം 58 കടക്കാം. എന്താണ് ചോദ്യം 58? ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ചോദ്യം 58 എന്താണ്? ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ശരി ഉത്തരം സ്വാതി തിരുനാളാണ്. അതായത് സ്വാതി തിരുനാൾ സംഗീതത്തിലും സാഹിത്യത്തിലും വിദ്വാനായിരുന്നതിനാൽ സ്വാതി തിരുനാളിനെ ദക്ഷിണ ഭോജൻ, ഗർഭശ്രീമാൻ എന്നൊക്കെ വിളിച്ചിരുന്നു. സ്വാതി തിരുനാൾ സംഗീതത്തിലും സാഹിത്യത്തിലും വിദ്വാനായിരുന്നതിനാൽ സ്വാതി തിരുനാളിനെ ദക്ഷിണ ഭോജൻ, ഗർഭശ്രീമാൻ എന്നൊക്കെ വിളിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ 58ന്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? 59 പോകാം. ചോദ്യം 59 എന്താണ്? ചോദ്യം 59 ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 81 ആണോ? ഓപ്ഷൻ ബി 86 ആണോ? ഓപ്ഷൻ സി 89 ആണോ? ഓപ്ഷൻ ഡി 88 ആണോ? എത്രയാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം? ശരി ഉത്തരം 88 ആണ്. 1904 ഒക്ടോബർ 22 ശ്രീമൂലം തിരുനാൾ വിളിച്ചു ചേർത്ത ആദ്യ പ്രജാസഭയിൽ 88 അംഗങ്ങളാണ് പങ്കെടുത്തിരുന്നത്. അതിൽ 77 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവരും 11 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായിരുന്നു. എന്താണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം? ഓപ്ഷൻ ഡി ആണ്, 88 ആണ്. 1904 ഒക്ടോബർ 22 ശ്രീമൂലം തിരുനാൾ വിളിച്ചു ചേർത്തിരുന്ന ആദ്യ പ്രജാസഭയിൽ 88 അംഗങ്ങൾ പങ്കെടുത്തു. അതിൽ 77 പേർ എങ്ങനെയായിരുന്നു? തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. 11 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായിരുന്നു. 59 ഉത്തരങ്ങൾക്ക് സെറ്റായില്ലേ? ഇനി ചോദ്യം 60 നോക്കാം. ചോദ്യം 60 എന്താണ്? കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷങ്ങളാണ്. ശ്രീ കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1923 ആണോ 24 ആണോ? ഓപ്ഷൻ ബി 1929 ആണോ 30 ആണോ? ഓപ്ഷൻ സി 1921 ആണോ 31 ആണോ? ഓപ്ഷൻ ഡി 1915 ആണോ 17 ആണോ? ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം കമന്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ശരി ഉത്തരമല്ല, നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ശരി ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ശരി ഉത്തരം നോക്കാം. ശരി ഉത്തരം എന്താണ്? കുമാരഗുരുദേവൻ അഥവാ പൊയ്കൽ യോഹന്നാന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1921 എത്രയാണ്? 1921 കുമാരഗുരുദേവൻ അഥവാ പൊയ്കൽ യോഹന്നാന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം. അതായത് മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളിൽ വില്ലേജ് ഓഫീസുകൾ അറിയപ്പെടുന്ന പേരെന്ത്? മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളിൽ വില്ലേജ് ഓഫീസുകൾ അറിയപ്പെടുന്ന പേരെന്ത്? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ആണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അല്ലേ? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരായിരുന്നു? അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരുപാട് നവീകരണ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ. അങ്ങനെയുള്ള ഭരണപരിഷ്കാരങ്ങളിൽ അദ്ദേഹം വില്ലേജുകൾ രൂപീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ താലൂക്ക് ഓഫീസുകൾ രൂപീകരിക്കുകയുണ്ടായി. ഇതിന് അദ്ദേഹം നൽകിയ പേരെന്തായിരുന്നു? ഉത്തരം പകുതികൾ എന്നാണ്. പകുതികൾ എന്നായിരുന്നു. മാർത്താണ്ഡവർമ്മ രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി പകുതികളായി വിഭജിച്ചു. അത് ഇന്നത്തെ വില്ലേജ് ഓഫീസുകളുടെ ആദ്യ രൂപമായിരുന്നു. എന്ത്? ഈ പകുതികൾ എന്നത്. മാർത്താണ്ഡവർമ്മ രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി പകുതികളായി വിഭജിക്കുകയും ചെയ്തു. എന്തിനു സമാനമായിരുന്നു? ഇന്നത്തെ വില്ലേജ് ഓഫീസുകളുടെ ആദ്യ രൂപമായിരുന്നു എന്ത്? പകുതികൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 62 കടക്കാം. ചോദ്യം 62 എന്താണ്? സന്ദിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയത് ആരാണെന്നാണ്. സന്ദിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയത് ആരാണ്? ഉത്രം തിരുനാളാണോ മൂലം തിരുനാളാണോ ആയില്യം തിരുനാളാണോ? ഇവിടെ സന്ദിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയത് 1867 ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ്. എന്തിനാണ് ഇത് കണ്ടുകെട്ടുന്നത്?
എന്തിനാണ് കണ്ടുകിട്ടുന്നത് സന്ദിഷ്ടവാദി എന്ന പത്രം കണ്ടുകിട്ടുന്നത്? അതായത് 1867 കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരണം തുടങ്ങിയ സന്ദിഷ്ടവാദി പത്രം ദിവാൻ മാധവറാവു, അന്ന് ആയില്യം തിരുനാളിൻ്റെ ദിവാനായിരുന്നു മാധവറാവു. മാധവറാവുവിൻ്റെ ദുർഭരണത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു സന്ദിഷ്ടവാദി പത്രത്തിൽ. ഈ ഒരു കാരണം കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഈ പത്രം അടച്ചുപൂട്ടാൻ വേണ്ടി ഉത്തരവിട്ടു. അങ്ങനെ അത് 1867 അടച്ചുപൂട്ടി. ഇത് തുടങ്ങിയ വർഷം, ഈ സന്ദിഷ്ടവാദി എന്ന പത്രം തുടങ്ങിയ വർഷം 1867. സ്ഥലം എവിടെയായിരുന്നു? കോട്ടയമാണ്. സന്ദിഷ്ടവാദി എന്ന പത്രം തുടങ്ങിയ സ്ഥലം കോട്ടയമാണ്. സന്ദിഷ്ടവാദി എന്ന പത്രത്തിന്റെ പ്രസാധകൻ ആരായിരുന്നു? WH മൂർ ആയിരുന്നു. സന്ദിഷ്ടവാദി എന്ന പത്രത്തിന്റെ പ്രസാധകൻ ആരായിരുന്നു? WH മൂർ ആയിരുന്നു. ഓക്കെ. സന്ദിഷ്ടവാദി എന്ന പത്രം അച്ചടിച്ച സ്ഥലം എവിടെയായിരുന്നു? കോട്ടയമായിരുന്നു. പ്രസ് ഏതായിരുന്നു? CMS പ്രസ്സാണ്. ഓക്കെ. ഈ സന്ദിഷ്ടവാദി എന്ന പത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പത്രമാണ് ട്രാവൻകൂർ ഹെറാൾഡ്. ഇതൊരു ഇംഗ്ലീഷ് പത്രമായിരുന്നു. ഇതിൻ്റെ അനുബന്ധമായിട്ടാണ് സന്ദിഷ്ടവാദി കേരളത്തിൽ തുടങ്ങുന്നത്. ഈ പത്രം കണ്ടുകെട്ടിയത് ആയില്യം തിരുനാൾ ബാലരാമവർമ്മയാണെങ്കിലും ഈ പത്രം തുടങ്ങിയതാരായിരുന്നു? WH മൂർ ആണ് ഈ ഒരു പത്രം തുടങ്ങുന്നത്. ഓക്കെ. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം അഥവാ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ച ആരുടെ കാലത്താണ്? ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. ഗാന്ധിജിയുടെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ ഗാന്ധിജി പരാമർശിക്കുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അതും ആയില്യം തിരുനാൾ ബാലരാമവർമ്മയാണ്. ആരാണ്? ആയില്യം തിരുനാൾ ബാലരാമവർമ്മ. ഇത് അടച്ചുപൂട്ടാനുണ്ടായ കാരണം എന്തായിരുന്നു പറഞ്ഞത്? ദിവാൻ മാധവറാവുവിൻ്റെ ദുർഭരണത്തിനെതിരെ വാർത്തകൾ എഴുതുകയുണ്ട്. ഈ പത്രത്തിൽ വിമർശനങ്ങൾ അച്ചടിച്ചു വന്നു. ആ വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത കാരണം സർക്കാർ ഈ പത്രം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. ഓക്കെ. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മലയാള പത്രത്തിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി നോക്കാം. അതായത് മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം എന്നൊരു പത്രം കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രമായിരുന്നു. അത് സ്ഥാപിച്ചത് എന്നാണ് 1847. 1847 കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ആദ്യ പത്രമായിരുന്നു രാജ്യസമാചാരം. ഓക്കെ. സ്ഥാപകൻ ആരായിരുന്നു? ബാസൽ മിഷണറി ആയിരുന്ന ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടായിരുന്നു രാജ്യസമാചാരം പത്രത്തിൻ്റെ പ്രസാധകൻ. ഓക്കെ. എവിടെ നിന്നായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്? തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിരുന്നു രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സൗജന്യമായി വിതരണം ചെയ്യപ്പെട്ടിരുന്ന ഒരു പത്രമായിരുന്നു. അതായത് ഇതിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ക്രിസ്തുമത പ്രചാരണമായിരുന്നു. ഓക്കെ. അതോടൊപ്പം തന്നെ ചില സാമൂഹിക വിഷയങ്ങളും അതിൽ കുത്തിത്തിരികൊണ്ട് മതപരിവർത്തനം അല്ലെങ്കിൽ ക്രിസ്തുമത പ്രചാരണം ലക്ഷ്യമിട്ട് വിതരണം ചെയ്തിരുന്ന ഒരു പത്രമായിരുന്നു രാജ്യസമാചാരം. അതിനുശേഷം ഹെർമൻ ഗുണ്ടറിൻ്റെ പ്രസാധനത്തിൽ തന്നെ പശ്ചിമോദയം എന്നൊരു പത്രം 1847 പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായും. ഓക്കെ. രാജ്യസമാചാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ പൊതുവിജ്ഞാന വിഷയങ്ങൾക്കാണ് ഏത് പ്രാധാന്യം നൽകിയിരുന്നത്? പശ്ചിമോദയം പ്രാധാന്യം നൽകിയിരുന്നത്. ഇത് 1847 പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടേർട്ട് തന്നെയാണ് ഇതും പ്രസിദ്ധീകരിച്ചിരുന്നത്. മൂന്നാമത്തെ പത്രമായിരുന്നു ജ്ഞാനനിക്ഷേപം. 1848 പ്രസിദ്ധീകരിക്കുന്നത്. ഇത് കോട്ടയത്ത് നിന്നും CMS പ്രസ്സിലാണ് ഇത് അച്ചടിച്ച് പുറത്തിറങ്ങിയിരുന്നത്. ഓക്കെ. ഇതിൻ്റെ സ്ഥാപകൻ റവ ജോർജ് മാത്തൻ, ആർച്ച് ഡീക്കൻസ് കോശി എന്നിവർ ചേർന്ന് പുറത്തിറക്കി. അതായത് സ്ഥാപകർ ആരൊക്കെയായിരുന്നു? ഇതിൻ്റെ റവ ജോർജ് മാത്തന്, ആർച്ച് ഡീക്കൻ കോശി എന്നിവരായിരുന്നു. ഇതും എന്തായിരുന്നു? ഇതിൻ്റെയും പ്രത്യേകത എന്തായിരുന്നു? ആളുകളിൽ പൊതുവിജ്ഞാനവും അറിവും വളർത്താൻ സഹായിക്കുന്ന വാർത്തകളായിരുന്നു. അതിനുശേഷം പശ്ചിമ താരക എന്ന് പറയുന്ന ഒരു പത്രം 1865 കേരളത്തിലെ ആദ്യത്തെ സെക്കുലർ, അതായത് മതനിരപേക്ഷ പത്രമായിട്ട് അറിയപ്പെടുന്നത് പശ്ചിമ താരകയായിരുന്നു. അത് പ്രസിദ്ധീകരിച്ചത് 1865. ഓക്കെ. ഇത് പ്രസിദ്ധീകരിച്ച സ്ഥലം കൊച്ചിയായിരുന്നു. ആദ്യമായി കല്ലച്ചിൽ, അതായത് ലിത്തോഗ്രഫി എന്ന് പറയും, കല്ലച്ചിൽ നിന്നും മാറി ലെഡ് ടൈപ്പുകൾ ഉപയോഗിച്ച് ആധുനിക രീതി അച്ചടിച്ചു തുടങ്ങിയ പത്രങ്ങളിൽ ഒന്നായിരുന്നു പശ്ചിമ താരക. 1865 പ്രസിദ്ധീകരിച്ച പശ്ചിമ താരകയായിരുന്നു കല്ലച്ചിൽ നിന്നും മാറിയിട്ട് ലെഡ് ടൈപ്പുകൾ ഉപയോഗിച്ച പത്രം എന്ന് പറയുന്നത്. പിന്നീട് 1887 ദീപിക, നസ്രാണി ദീപിക എന്നൊരു പത്രം നിലവിൽ വരുന്നു. കേരളത്തിൽ ഇപ്പോഴും പ്രസിദ്ധീകരണത്തിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രം എന്ന് പറയുന്നത് ഏതാണ്? നസ്രാണി ദീപികയാണ്. ദീപികയാണ്
കേരളത്തിൽ ഇപ്പോഴും പ്രസിദ്ധീകരണത്തിലുള്ള ഏറ്റവും പഴയ പത്രം എന്ന് പറയുന്നത്. ഇത് സ്ഥാപകൻ ആരായിരുന്നു? നിധിയിരിക്കൽ മാണി കത്തനാറായിരുന്നു നസ്രാണി ദീപികയുടെ സ്ഥാപകൻ. ആരാണ്? നിധിയിരിക്കൽ മാണി കത്തനാറാണ് നസ്രാണി ദീപിക അല്ലെങ്കിൽ ദീപികയുടെ സ്ഥാപകൻ. എവിടെ നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത്? മണ്ണാനം, കോട്ടയത്തുള്ള മണ്ണാനം എന്ന സ്ഥലത്ത് നിന്നായിരുന്നു ദീപിക പ്രസിദ്ധീകരിച്ചിരുന്നത്. പിന്നീട് സ്വദേശാഭിമാനി 1905 സ്വദേശാഭിമാനി. എവിടെ നിന്നാണ്? തിരുവിതാംകൂറിലെ, അതായത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള പത്രമായിരുന്നു സ്വദേശാഭിമാനി. 1905 പ്രസിദ്ധീകരിച്ചത്. പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി കൃഷ്ണപിള്ള. ആരായിരുന്നു പത്രാധിപർ? സ്വദേശാഭിമാനി കൃഷ്ണപിള്ള. അതായത് ഈ ഒരു പത്രത്തിൽ അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിൽ സർക്കാരിനെതിരെ ശക്തമായി എഴുതിയത് മൂലം 1910 പത്രം കണ്ടുകെട്ടുകയും രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയും ചെയ്തു. അതായത് ഈ സ്വദേശാഭിമാനി എന്നൊരു പത്രത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ എഴുതിയത് മൂലം 1910 സർക്കാർ പത്രം കണ്ടുകെട്ടുകയും രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 63 പോകാം. അതായത് പത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? കുറച്ച് കണക്റ്റഡ് ഫാക്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. സന്തുഷ്ടവാദി എന്ന പത്രം കണ്ടു കിട്ടിയത് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ചോദ്യം 63 പോകാം. എന്താണ് ചോദ്യം 63? മൃഗബലി നിരോധിക്കാൻ പ്രേരണ നൽകിയ നവോത്ഥാന നായകൻ. അതായത് തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പ്രേരണ നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പ്രേരണ നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണോ? ആഗമനാനന്ദ സ്വാമികളാണോ അഥവാ ചട്ടമ്പി സ്വാമികളാണോ? ശരി ഉത്തരം ചട്ടമ്പി സ്വാമിയാണ്. ദേവീക്ഷേത്രങ്ങളിലെ മൃഗബലിക്കെതിരെ ശക്തമായി പ്രതികരിച്ചത് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രേരണയിലാണ് പിന്നീട് റാണി സേതുലക്ഷ്മിബായി 1925 മൃഗബലി നിരോധിക്കുന്നത്. അതായത് ചട്ടമ്പി സ്വാമികൾ ദേവീക്ഷേത്രങ്ങളിലെ മൃഗബലിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. ഈ പ്രതികരണങ്ങളോടുള്ള സമീപനമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രേരണയിൽ പിന്നീട് റാണി സേതുലക്ഷ്മിബായി 1925 മൃഗബലി നിരോധിച്ചു. ഓക്കെ, 1925 മൃഗബലി നിരോധിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 64 പോകാം. ചോദ്യം 64 എന്താണ്? തിരുവിതാംകൂർ പുരുഷ ഭരണാധികാരിമാരിൽ ഏറ്റവും കുറവ് കാലം ഭരിച്ചത് ആരാണ്? തിരുവിതാംകൂർ പുരുഷ ഭരണാധികാരിമാരിൽ ഏറ്റവും കുറവ് കാലം ഭരിച്ചത് ആരാണ്? ചോദ്യങ്ങൾ ഏത് രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം? നമ്മുടെ PSC ആണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്ത് പോകണം. ഇവിടെ ഈ ചോദ്യം 64ാമത്തെ ചോദ്യം എന്താണ്? തിരുവിതാംകൂർ പുരുഷ ഭരണാധികാരിമാരിൽ ഏറ്റവും കുറവ് കാലം ഭരിച്ചത് ആരാണ്? എ. വിശാഖം തിരുനാളാണോ? 5 വർഷം, അതായത് 1880 മുതൽ 85 വരെ 5 വർഷം. ബി. ശ്രീമൂലം തിരുനാളാണോ? സി. അവിട്ടം തിരുനാളാണോ? ഡി. സ്വാതി തിരുനാളാണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം വിശാഖം തിരുനാളാണ്. വിശാഖം തിരുനാൾ പുരുഷന്മാരിൽ ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ച രാജാവാണ് വിശാഖം തിരുനാൾ. 5 വർഷം മാത്രമാണ് വിശാഖം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യം 65 നോക്കാം. ചോദ്യം 65 എന്താണ്? കാവൽ സേന എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? കാവൽ സേന എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? വേലുത്തമ്പി ദളവയാണോ? കേണൽ മൺട്രയാണോ? രാമയ്യൻ ദളവയാണോ? ഉമ്മിണിത്തമ്പിയാണോ? ആരാണ് ശരി ഉത്തരം? ശരി ഉത്തരം ഉമ്മിണിത്തമ്പിയാണ്. 1809 മുതൽ 811 വരെയുള്ള കാലഘട്ടത്തിൽ ദിവാനായ ഉമ്മിണിത്തമ്പിയാണ് പഴയ കാവൽ സമ്പ്രദായത്തെ പരിഷ്കരിച്ച് കാവൽ സേന എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ചത്. പിന്നീട് ഉത്രം തിരുനാളാണ് ഇതിനെ ആധുനിക പോലീസാക്കി മാറ്റിയത്. അതായത് 1809 മുതൽ 811 വരെയുള്ള കാലഘട്ടത്തിലെ ദിവാനായിരുന്ന ഉമ്മിണിത്തമ്പി പഴയ കാവൽ സമ്പ്രദായത്തെ പരിഷ്കരിച്ചുകൊണ്ട് കാവൽ സേന എന്നൊരു പുതിയ പോലീസ് സേനയെ രൂപീകരിക്കുന്നു. പിന്നീട് അത് ഉത്രം തിരുനാൾ പരിഷ്കരിച്ചുകൊണ്ട് എന്താക്കുന്നു? ആധുനിക പോലീസാക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉമ്മിണിത്തമ്പിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കണക്റ്റഡ് ഫാക്ട് നോക്കാം. അതായത് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായത് ആരായിരുന്നു? ഉമ്മിണിത്തമ്പിയാണ്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നതാണ് ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ച ദിവാൻ ആരായിരുന്നു? അത് ഉമ്മിണിത്തമ്പിയാണ്.
വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ച ദിവാൻ ആരായിരുന്നു? ഉമ്മിണി തമ്പിയാണ്. തിരുവിതാംകൂറിൽ നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് കച്ചേരികൾ എന്ന കോടതികൾ സ്ഥാപിച്ച ദിവാൻ ആരായിരുന്നു? തിരുവിതാംകൂറിൽ നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് കച്ചേരികൾ എന്ന കോടതികൾ. തിരുവിതാംകൂറിൽ നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് കച്ചേരികൾ എന്ന കോടതികൾ സ്ഥാപിച്ച ദിവാൻ ആരായിരുന്നു? അതും ഉമ്മിണി തമ്പിയാണ്. അതുപോലെ തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനായിരുന്നു ഉമ്മിണി തമ്പി. തിരുവിതാംകൂറിൽ അതായത് ഉമ്മിണി തമ്പി പോലീസ് സേന രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ എന്തായിരുന്നു? നായർ പടയാളികളുടെ സേനയായിരുന്നു നിലനിന്നിരുന്നത്. അതായത് തിരുവിതാംകൂറിൽ പോലീസ് സേന രൂപീകരിക്കുന്നതിന് മുമ്പ്, അതായത് ഉമ്മിണി തമ്പി തിരുവിതാംകൂറിൽ ഒരു പോലീസ് സേന രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂറിലെ സേന എന്ന് പറയുന്നത് എന്തായിരുന്നു? നായർ പടയാളികളുടെ സേനയായിരുന്നു. അതിനെ പരിഷ്കരിച്ചുകൊണ്ട് 1809-1811 കാലഘട്ടത്തിൽ ദിവാനായ ഉമ്മിണി തമ്പി ഒരു പോലീസ് സേന രൂപീകരിക്കുന്നു. ഓക്കെ. അതുപോലെ 1810 ബാലരാമപുരത്ത് നെയ്ത്തുപട്ടണം സ്ഥാപിച്ച ദിവാൻ ആരാണ്? 1810 ബാലരാമപുരത്ത് നെയ്ത്തുപട്ടണം സ്ഥാപിച്ച ദിവാൻ ആരായിരുന്നു? അതും ഉമ്മിണി തമ്പിയാണ്. ഓക്കെ. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായിരുന്നു ഉമ്മിണി തമ്പി. അതുപോലെ 1810 ബാലരാമപുരത്ത് നെയ്ത്തുപട്ടണം സ്ഥാപിച്ച ദിവാനും ഉമ്മിണി തമ്പിയാണ്. 1810 ബാലരാമപുരത്ത് നെയ്ത്തുപട്ടണം സ്ഥാപിച്ച ദിവാനും ഉമ്മിണി തമ്പിയാണ്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ ആയത് ഉമ്മിണി തമ്പിയാണ്. വിഴിഞ്ഞം തുറമുഖം പണി കഴിപ്പിച്ച ദിവാൻ ഉമ്മിണി തമ്പിയാണ്. തിരുവിതാംകൂറിൽ നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് കച്ചേരികൾ എന്ന കോടതികൾ സ്ഥാപിച്ച ദിവാൻ ആരാണ്? ഉമ്മിണി തമ്പിയാണ്. തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ഉമ്മിണി തമ്പിയാണ്. ഓക്കെ. അപ്പം ഉമ്മിണി തമ്പിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കണക്റ്റഡ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് ചോദ്യം 66 പോവാം. 66 എന്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻസ് നോക്കൂ. എ മാർത്താണ്ഡവർമ്മയാണോ? ബി ചിത്തിര തിരുനാൾ രാമവർമ്മയാണോ? ശ്രീ ഉത്രാടം തിരുനാൾ രാമവർമ്മയാണോ? ഓപ്ഷൻ ഡി റാണി ഗൗരി പാർവതിബായി ആണോ? ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്? ശരി ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നു. അതാണ് 1933 പണി തുടങ്ങി 1944 ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് കമ്മീഷൻ ചെയ്ത പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ്. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ 1940 മാർച്ച് 19 ഈ ഒരു പദ്ധതി കമ്മീഷൻ ചെയ്തത്. ചോദ്യം 68 എന്താണ്? തിരുവിതാംകൂർ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തുള്ളത്? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ, ബി ഉത്രം തിരുനാൾ, സി കാർത്തിക തിരുനാൾ, ഡി മാർത്താണ്ഡവർമ്മ. ഇതിൽ ആരായിരുന്നു തിരുവിതാംകൂർ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി? ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മയാണ്. ശരി. എന്താണ്? ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി. ആരാണ്? മാർത്താണ്ഡവർമ്മ. എന്താണ്? 8 വീട്ടിൽ പിള്ളമാരുടെ ജന്മിത്വ ഭരണവും മാടമ്പിമാരുടെ അധികാരവും അവസാനിപ്പിച്ച് തിരുവിതാംകൂറിൽ കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെയാണ്. അല്ലേ? അപ്പം 68ാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് 69ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 69ാമത്തെ ചോദ്യം എന്താണ്? 69ാമത്തെ ചോദ്യം എന്താണ്? കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണ കാലഘട്ടത്തിലാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ഉത്രം തിരുനാള്, ബി രാമവർമ്മ വിശാഖം തിരുനാള്. ശരി ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ. അത് ഏതാണ് കാലഘട്ടം? 1846 മുതൽ 1860 വരെയാണ്. 1846 മുതൽ 1860 വരെയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. ഈ ഒരു കാലഘട്ടമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. രാജാവിൻ്റെ നേരിട്ടുള്ള പിന്തുണയും രക്ഷകർത്തൃത്വവും കഥകളിക്ക് ലഭിച്ചു. ആ കാലഘട്ടത്തിൽ പ്രഗത്ഭരായ നിരവധി ആട്ടക്കഥാകൃത്തുക്കളും നടന്മാരും ഈ കാലഘട്ടത്തിൽ രംഗത്ത് വന്നു. കഥകളിയിൽ വിവിധ സമ്പ്രദായങ്ങൾ, അഭിനയ ശൈലികൾ രൂപം കൊണ്ട് വികസിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് ചോദ്യം 70ലേക്ക് പോകാം. ചോദ്യം 70 എന്താണ്? മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്നാണ്. ഓപ്ഷൻ എ എരുവയിൽ അച്യുത വാര്യർ, ഓപ്ഷൻ ബി ടി ഓസ്റ്റിൻ, ഓപ്ഷൻ സി
ഉമ്മിണിത്തമ്പി, ടി മാധവറാവു. എന്താണ് ചോദ്യം 70? എന്താണ് മാർത്താണ്ഡവർമ്മയുടെ ചോദ്യം 70 എന്താണ്? മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ എരുവയിൽ അച്യുത വാര്യരാണോ, ബി ടി ഓസ്റ്റിൻ ആണോ, സി ഉമ്മിണിത്തമ്പിയാണോ, ഓപ്ഷൻ ഡി ടി മാധവറാവു ആണോ? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം എരുവയിൽ അച്യുത വാര്യറാണ്. ശരി ഉത്തരം എന്താണ്? എരുവയിൽ അച്യുത വാര്യറാണ്. ഇനി നമുക്ക് ചോദ്യം 71 പോകാം. ചോദ്യം 71 എന്താണ്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ എ ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി, ഓപ്ഷൻ ബി റാണി ഗൗരി ലക്ഷ്മിബായി, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ, ഓപ്ഷൻ ഡി ധർമ്മരാജ. ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്, റാണി ഗൗരി ലക്ഷ്മിബായി. 72 കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെ എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തിരുവിതാംകൂർ, ബി തിരുക്കൊച്ചി, സി കൊച്ചി, ഡി കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തിരുവിതാംകൂർ, ബി തിരുക്കൊച്ചി, സി കൊച്ചി, ഡി കോഴിക്കോട്. ശരി ഉത്തരം തിരുവിതാംകൂർ. ശരി ഉത്തരം എന്താണ്? തിരുവിതാംകൂർ. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന എവിടെയാണ്? തിരുവിതാംകൂറാണ്. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന എവിടെയാണ്? തിരുവിതാംകൂറാണ്. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവിതാംകൂറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 73 പോകാം. ചോദ്യം 73 എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപൻ ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ രാമയ്യൻ ദളവ, ബി മല്ലയ്യൻ ശങ്കരൻ, സി അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, ഡി അറുമുഖം പിള്ള. എന്താണ് ചോദ്യം 73? എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപൻ ആരായിരുന്നു എന്നതാണ്. ഓപ്ഷൻ എ രാമയ്യൻ ദളവ, ബി മല്ലയ്യൻ ശങ്കരൻ, സി അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, ഡി അറുമുഖം പിള്ള. ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം രാമയ്യൻ ദളവയാണ്. രാമയ്യൻ ദളവയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപൻ. ആരാണ്? രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ ദളവയും സർവ്വസൈന്യാധിപനും രാമയ്യൻ ദളവയായിരുന്നു. കുളച്ചൽ യുദ്ധം ജയിക്കാൻ രാമയ്യൻ ദളവ നിർണായകമായ പങ്ക് വഹിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 74 പോകാം. 74 എന്താണ്? തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ് എന്നാണ്. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണെന്നാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ, ബി ശ്രീമൂലം തിരുനാൾ, സി കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജ. ആരാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? ഓപ്ഷൻ സി കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. എന്താണ്? ഓപ്ഷൻ സി കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. 75 ചോദ്യം. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണെന്നാണ്. എന്താണ്? മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഓപ്ഷൻ എ ഡിലനോയി, ഓപ്ഷൻ ബി കേണൽ മൺറോ, ഓപ്ഷൻ സി കേണൽ സെൻ ലെജർ, ഓപ്ഷൻ ഡി കേണൽ കോളിൻ മെക്കാഗോ. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ശരി ഉത്തരം ഞാൻ പറയാം. ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം നോക്കാം. ഓക്കെ, ശരി ഉത്തരം എന്താണ്? ഡിലനോയി. ആരാണ്? മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയി ആണ്. ആരാണ്? ഡിലനോയി ആണ് അല്ലേ? മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. തിരുവിതാംകൂറിൽ വലിയ കപ്പിത്താനായി നിയമിതനായിരുന്ന ഡച്ച് സൈന്യാധിപനായിരുന്നു ആര്? ഡിലനോയി. അതായത് മാർത്താണ്ഡവർമ്മയുമായിട്ട് ആദ്യമായി ഒരു വിദേശികൾ യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നു. അതാരായിരുന്നു? ഡച്ചുകാരായിരുന്നു. അങ്ങനെ മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ട ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ പിടിച്ചുകെട്ടുകയും അദ്ദേഹത്തെ തിരുവിതാംകൂറിലെ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഡിലനോയാണ് പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ പരിശീലിപ്പിക്കുകയും തോക്കുകളും പീരങ്കിയും സൈന്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സൈന്യത്തെ നവീകരിക്കുകയും ചെയ്തത്. ഏത് യുദ്ധത്തിലായിരുന്നു മാർത്താണ്ഡവർമ്മ ഡിലനോയിയെ പരാജയപ്പെടുത്തിയത്? 1741 കൊളച്ചൽ യുദ്ധത്തിലാണ്. കൊളച്ചൽ എന്ന പറഞ്ഞ പ്രദേശത്ത് വെച്ച് 1741 നടന്ന ഒരു യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡിലനോയിയിലെ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ഡച്ചുകാരുടെ സൈന്യാധിപനായിരുന്ന ഡിലനോയിയെ പിടിച്ചുകെട്ടുകയും പിന്നീട് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായി മാറുകയും ചെയ്യുന്നു. ഓക്കെ,
ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തക്കലയ്ക്ക്, അത് തമിഴ്നാട്ടിലെ തക്കലയ്ക്ക് അടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. എവിടെയാണ്? തമിഴ്നാട്ടിലെ തക്കലയ്ക്ക് അടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 76. കർണാടക സംഗീതത്തിലെ സ്വരസ്ഥാനങ്ങൾ കൽപ്പിക്കുന്ന കൽത്തൂണുകൾ. ചോദ്യം 76 എന്താണ്? ചോദ്യം 76 കർണാടക സംഗീതത്തിലെ സ്വരസ്ഥാനങ്ങൾ കൽപ്പിക്കുന്ന കൽത്തൂണുകളോട് കൂടിയ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് ആരാണെന്നാണ്. അതായത് കർണാടക സംഗീതത്തിലെ സ്വരസ്ഥാനങ്ങൾ കൽപ്പിക്കുന്ന കൽത്തൂണുകളോട് കൂടിയ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ്: സ്വാതി തിരുനാളുണ്ട്, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുണ്ട്, കാർത്തിക തിരുനാൾ രാമവർമ്മയുണ്ട്. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. കാർത്തിക തിരുനാളാണ് പത്മനാഭപുരം കൊട്ടാരത്തിലെ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി ആര് തന്നെയാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. പത്മനാഭപുരം കൊട്ടാരത്തിലെ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഓക്കെ. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവായിരുന്നു ആര്? കേരളവർമ്മ. അതായത് ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങൾ തമ്മിലാണ് 1762. എവിടെ വെച്ചിട്ടാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്? ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആണ് കേണൽ മക്കാളെ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു പോയതാണ്. ഓക്കെ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഓക്കെ. ചോദ്യം 77 മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കര സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741 ആണോ, 1736 ആണോ, 1746 ആണോ, 1742 ആണോ? ശരി ഉത്തരം ആൻസർ ഡി, 1742 ആണ്. മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കര സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം ഏതാണ്? മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കര സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1742. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം കൊട്ടാരക്കര പൂർണ്ണമായി ലയിപ്പിച്ചത് 1742. ഓക്കെ. അതുപോലെ കുളച്ചൽ യുദ്ധം 1741, കൊട്ടാരക്കര ലയനം 1742, കായംകുളം ലയനം 1746. ഓക്കെ. ഇതാണ് ശരിയായ ഓർഡർ. ചോദ്യം 78 പോകാം. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏതാണെന്നാണ്. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1869 ആണോ, ബി 1870 ആണോ, ഓപ്ഷൻ സി 1867 ആണോ, ഓപ്ഷൻ ഡി 1865 ആണോ? ഏതാ വർഷം? 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. ഓപ്ഷൻ ഡി 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. തിരുവിതാംകൂറിലെ കർഷകർക്ക് പണ്ടാരഭൂമിയിൽ പട്ടയം നൽകിയ ചരിത്രപ്രസിദ്ധമായ വിളംബരമായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെട്ടത്. ഇത് നടന്നത് 1865 മെയ് 30. ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ടി മാധവറാവു, അതായത് ദിവാൻ ടി മാധവറാവുവിൻ്റെ ഉപദേശപ്രകാരം ആയില്യം തിരുനാളാണ് പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയത്. തിരുവിതാംകൂറിലെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത്, അല്ലെ കർഷകരുടെ മാഗ്നാകാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. അത് നടന്നത് 1865 മെയ് 30. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 79 പോകാം. ചോദ്യം 79 എന്താണ്? വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണെന്ന്. വില്ലേജ് സ്കൂൾ പദ്ധതി ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ഓപ്ഷൻ എ ഉമ്മിണി തമ്പിയാണോ, ബി ദിവാൻ ശങ്കരവാര്യരാണോ, സി ടി രാമറാവു ആണോ, ഡി കേണൽ മൺറോ ആണോ? ശരി ഉത്തരം എന്താണ്? ടി രാമറാവു ആണ്. ശരി ഉത്തരം ടി രാമറാവു ആണ്. 1887 മുതൽ 1892 വരെയുള്ള കാലത്ത് ദിവാനായിരുന്നു ആര്? ടി രാമറാവു. ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് 1889 വില്ലേജ് സ്കൂളുകൾ തുടങ്ങി. വിദ്യാഭ്യാസം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം. അതായത് 1887 മുതൽ 1892 വരെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ദിവാനായിരുന്നു ടി രാമറാവു. ഇദ്ദേഹം ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് 1889 വില്ലേജ് സ്കൂളുകൾ തുടങ്ങുന്നത്.
ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 80ലേക്ക് പോകാം. 80 എന്താണ്? ആരാണ് പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത്? ഗവൺമെൻറ്റിൻ്റെ ആരാണ് പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത്? ഗവൺമെൻറ്റിൻ്റെ കടമയാണ് എന്ന് പറഞ്ഞ തിരുവിതാംകൂർ ഭരണാധികാരി? ഓപ്ഷൻ എ ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി, ഓപ്ഷൻ ബി കാർത്തിക തിരുനാൾ രാമവർമ്മ, ഓപ്ഷൻ സി ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി, ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാൾ. ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം റാണി ഗൗരി പാർവതിബായി. ആരാണ്? റാണി ഗൗരി പാർവതിബായി ആണ് എന്താണ് പറഞ്ഞത്? പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ് എന്തു പറഞ്ഞത്? പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ഏത് വർഷത്തിലാണ് ഗൗരി പാർവതിബായിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്? 1815 മുതൽ 1829 വരെയായിരുന്നു റാണി ഗൗരി പാർവതിബായിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ ആദ്യ റിജന്റ് ഭരണാധികാരിയായിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയ ഫാക്റ്റുകളാണ്. അതുപോലെ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു. വിദ്യാഭ്യാസ ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയുമായിരുന്നു. ഓക്കെ, 1817 റാണി ഗൗരി പാർവതിബായി എന്ത് പറയുന്നത്? വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പറയുന്നത്. ഇതാരുടെ സഹായത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്? കേണൽ മൺറോയുടെ സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ആരാണ്? പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിക്കൊണ്ട് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. അതും റാണി ഗൗരി പാർവതിബായിയുടെ കാലത്താണ്. ഓക്കെ, അതുപോലെ വേളി കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന കനാല്, അതായത് പാർവതി പുത്തനാർ നിർമ്മിച്ചതും ആരാണ്? ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ്. ഓക്കെ, തിരുവിതാംകൂറിൽ താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണം വെള്ളി മുതലായ ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? അതും ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ചോദ്യം 81ലേക്ക് പോകാം. ചോദ്യം 81 എന്താണ്? മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം? ഓപ്ഷൻ എ 1925, ബി 1921, സി 1920, ഡി 1927. ശരി ഉത്തരം 1921 ആണ്. മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1921. ഓക്കെ, മന്നത്ത് പത്മനാഭനായിരുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ, അതായത് NSSൻ്റെ സ്ഥാപകൻ അല്ലേ? മന്നത്ത് പത്മനാഭനാണ് NSSൻ്റെ സ്ഥാപകൻ. NSSൻ്റെ പേരാണ് നായർ സർവീസ് സൊസൈറ്റി. ഇതേ മന്നത്ത് പത്മനാഭനാണ് 1921 പ്രജാസഭയിൽ, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. ചോദ്യം 82 റിപ്പീറ്റേഷൻ വന്നതിനാൽ ക്യാൻസൽ ചെയ്യാണ്. ഇനി നമുക്ക് ചോദ്യം 83ലേക്ക് പോകാം. ഓക്കെ, 83ാമത്തെ ചോദ്യം എന്താണ്? ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട ക്ഷേത്രപ്രവേശന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്നാണ്. ഓപ്ഷൻ എ ഉള്ളൂർ, ബി സർദാർ KM പണിക്കർ, സി PJN ഉണ്ണിത്താൻ, ഡി KS സുബ്രഹ്മണ്യ അയ്യർ. ശരി ഉത്തരം എന്താണ്? KS സുബ്രഹ്മണ്യ അയ്യറാണ്. ശരി ഉത്തരം KS സുബ്രഹ്മണ്യ അയ്യറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 84ലേക്ക് പോകാം. ചോദ്യം 84 എന്താണ്? 4ലേക്ക് പോകാം. ചോദ്യം 84 എന്താണ്? തിരുവിതാംകൂറിൽ മാനസികാരോഗ്യ കേന്ദ്രം സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ്. ഓപ്ഷൻ എ വിശാഖം തിരുനാൾ, ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ സി ആയില്യം തിരുനാൾ, ഓപ്ഷൻ ഡി ചിത്തിര തിരുനാൾ. ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം ആയില്യം തിരുനാളാണ്. 1870 തിരുവനന്തപുരത്ത് ലുനാറ്റിക് അസൈലം അഥവാ ഇന്നത്തെ മാനസികാരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 85ലേക്ക് പോകാം. 85 എന്താണ് ചോദ്യം? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതാണെന്നാണ്. ഓപ്ഷൻ എ ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ്. ഓപ്ഷൻ എ ശ്രീരംഗപട്ടണ ഉടമ്പടി, ഓപ്ഷൻ ബി മംഗലാപുരം ഉടമ്പടി, സി വേണാട് ഉടമ്പടി. ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം സി വേണാട് ഉടമ്പടിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത്. ഏത് വർഷമാണ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്? 1723 തിരുവിതാംകൂറിലെ വേണാട് രാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി എന്നറിയപ്പെടുന്നത്. കമ്പനി ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 86 പോകാം. 86 എന്താണ്? തിരുവിതാംകൂറിൽ കാപ്പി കൃഷി ആരംഭിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ റാണി ഗൗരി പാർവതിബായി, ഓപ്ഷൻ ബി റാണി സേതുലക്ഷ്മിബായി, ഓപ്ഷൻ സി റാണി ഗൗരി ലക്ഷ്മിബായി. ശരിയുത്തരം എന്താണ്? ശരിയുത്തരം റാണി ഗൗരി പാർവതിബായി. ശരിയുത്തരം എന്താണ്? റാണി ഗൗരി പാർവതിബായി. 1815 മുതൽ 1829 വരെയായിരുന്നു റാണി ഗൗരി പാർവതിബായിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ഭരണകാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂറിൽ കാപ്പി കൃഷി ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം 87 പോകാം. ചോദ്യം 87 എന്താണ്? തിരുവിതാംകൂറിൽ ആദ്യമായി ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കിയ ദിവാൻ ആരാണെന്നാണ്. ഓപ്ഷൻ എ ഉമ്മിണിത്തമ്പി, ബി കേണൽ മൺറോ, സി കേശവപിള്ള, ഡി ഇട്ടിരായപ്പൻ കണ്ടപ്പൻ. ശരിയുത്തരം എന്താണ്? കേണൽ മൺറോ ആണ്. ശരിയുത്തരം എന്താണ്? കേണൽ മൺറോ. 1811 മുതൽ 1814 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ദിവാനായിരുന്നു ആര്? കേണൽ മൺറോ. ആ കാലഘട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആദ്യമായി ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നു. അത് നടപ്പിലാക്കിയത് കേണൽ മൺറോയുടെ നേതൃത്വത്തിലായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 88 പോകാം. ചോദ്യം 88 എന്താണ്? കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണെന്നാണ്. ഓപ്ഷൻ എ 1912, ഓപ്ഷൻ ബി 1916, ഓപ്ഷൻ സി 1914, ഓപ്ഷൻ ഡി 1913. ശരിയുത്തരം 1913 ആണ്. ശരിയുത്തരം എന്താണ്? 1913 ആണ്. 1905 പ്രജാസഭ നിലവിൽ വന്നു. 1913 കുമാരനാശാനെ നാമനിർദ്ദേശം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 89 പോകാം. ചോദ്യം 89 എന്താ പറയുന്നത്? പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. ഓപ്ഷൻ എ ചിത്ര തിരുനാള്, ഓപ്ഷൻ ബി സ്വാതി തിരുനാള്, ഓപ്ഷൻ സി ധർമ്മരാജ, ഓപ്ഷൻ ഡി ആയില്യം തിരുനാൾ. ശരിയുത്തരം എന്താണ്? ഓപ്ഷൻ എ ചിത്ര തിരുനാളാണ്. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ശരിയുത്തരം. എന്താണ്? പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 21 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം നൽകിയത് 1948 ചിത്ര തിരുനാളിൻ്റെ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായാണ്. എന്താണ്? 21 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം നൽകിയത് 1948 അത് ചിത്ര തിരുനാളിൻ്റെ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി സാർവത്രിക വോട്ടവകാശം കൊണ്ടുവന്ന ഇന്ത്യൻ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 90ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 90 എന്താണ്? എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മിബായി, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി റാണി ഗൗരി പാർവതിബായി, ഓപ്ഷൻ ഡി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശരിയുത്തരം എന്താണ്? ശരിയുത്തരം റാണി ഗൗരി പാർവതിബായി ആണ്. ആരാണ് എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം പുറപ്പെടുവിച്ചത്? റാണി ഗൗരി പാർവതിബായി. 1817 അതിനു മുമ്പ് 1817 മുമ്പ് മേൽജാതിക്കാർക്ക് മാത്രമേ ഓടിട്ട വീട് നിർമ്മിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കേണൽ മൺറോ തിരുവിതാംകൂറിലെ ദിവാൻ ആകുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം റാണി ഗൗരി പാർവതിബായിയുടെ ഭരണകാലഘട്ടം 1815 മുതൽ 1829 വരെയാണ്. അങ്ങനെ കേണൽ മൺറോയുടെ ഉപദേശപ്രകാരം റാണി ഗൗരി പാർവതിബായി എല്ലാവർക്കും വീടുകൾ ഓടുമേയുന്നതിനുള്ള ഒരു അവകാശം പുറപ്പെടുവിച്ചു, ഒരു രാജകീയ വിളംബരം പുറപ്പെടുവിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 91 പോകാം. 91 എന്താണ്? പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം. പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണെന്നാണ്. ഓപ്ഷൻസ് എ 1939, ഓപ്ഷൻ ബി 1932, ഓപ്ഷൻ സി 1931, ഓപ്ഷൻ ഡി 1938. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം 1931 ആണ്. ശരിയുത്തരം 1931 ആണ്. അതായത് ദളിത് നേതാവും പത്രപ്രവർത്തകനുമായിരുന്ന പാമ്പാടി ജോൺ ജോസഫ് 1931 പ്രജാസഭയിൽ അംഗമാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 92 പോകാം. 92 എന്താണ്? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ടി.കെ. മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വർഷം ഏതാണെന്ന്. ഓപ്ഷൻ എ
1922, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1921, ഓപ്ഷൻ ഡി 1920. ശരിയുത്തരം 1919 ശരിയുത്തരം ഏതാണ്? 1919. 1919 ഫെബ്രുവരിയിൽ നടന്ന പ്രജാസഭയിലാണ് ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിക്കുന്നത്. പിന്നീട് 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. പിന്നീട് 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 93 ചോദ്യം 93ലേക്ക് പോകാം. 93 എന്താണ്? സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് എന്താണെന്നാണ്. ഓപ്ഷൻ എ രാമവർമ്മ, ഓപ്ഷൻ ബി ശശി, ഓപ്ഷൻ സി ബാലരാമവർമ്മ, ഓപ്ഷൻ ഡി ബാലവർമ്മ. എന്താണ്? ഓപ്ഷൻ എ ആണ് രാമവർമ്മ. ശരിയുത്തരം എന്താണ്? ഓപ്ഷൻ എ രാമവർമ്മ. ഓക്കെ, സ്വാതി തിരുനാൾ രാമവർമ്മ എന്നാണ് മുഴുവൻ പേര്. 1813 ഏപ്രിൽ 16 ജനനം. ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1829 മുതൽ 1846 വരെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 94ലേക്ക് പോകാം. 94 എന്താണ്? ചോദ്യം 94 1836 തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് ആരുടെ കാലത്താണെന്നാണ്. ഓപ്ഷൻ എ ഉത്രം തിരുനാൾ, ഓപ്ഷൻ ബി ആയില്യം തിരുനാൾ, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ, ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാൾ. ശരിയുത്തരം എന്താണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത്. ഓക്കെ, ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ സെൻസസ് നടത്തിയത് 1836 അത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 95ലേക്ക് പോകാം. 95 എന്താണ്? തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരി. ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ ബി സേതുലക്ഷ്മിബായി, സി ചിത്തിര തിരുനാൾ, ഡി വിശാഖം തിരുനാൾ. എന്താണ് ചോദ്യം? തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരി ആരാണെന്നാണ്. എന്താണ് ശരിയുത്തരം? ഉത്തരം സേതുലക്ഷ്മിബായി ആണ്. ശരിയുത്തരം എന്താണ്? സേതുലക്ഷ്മിബായി ആണ്. 1925 റാണി സേതുലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നു. 1925 റാണി സേതുലക്ഷ്മിബായി തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്ത് നിയമം പാസ്സാക്കുന്നു. ആദ്യമായി പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നു. റാണി സേതുലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം 1921 മുതൽ 1931 വരെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 96ലേക്ക് പോകാം. 96 എന്താണ്? 96 ചോദ്യം എന്താണ്? ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം. ഓപ്ഷൻ എ 1904 ഒക്ടോബർ 20, ഓപ്ഷൻ ബി 1904 ഒക്ടോബർ 22, ഓപ്ഷൻ സി 1904 ഒക്ടോബർ 21, ഓപ്ഷൻ ഡി 1904 ഒക്ടോബർ 12. ശരിയുത്തരം എന്താണ്? ശരിയുത്തരം 1904 ഒക്ടോബർ 22 ശരിയുത്തരം എന്താണ്? 1904 ശരിയുത്തരം എന്താണ്? 1904 ഒക്ടോബർ 22. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് 1904 ഒക്ടോബർ 22 ആദ്യ പ്രജാസഭ വിളിച്ചു ചേർത്തു. അന്ന് 88 അംഗങ്ങൾ പങ്കെടുത്തു. ഓക്കെ, ആദ്യ സമ്മേളനത്തിൽ 88 അംഗങ്ങളാണ് പങ്കെടുത്തത്. ആ ചോദ്യം നമ്മൾ പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുകയാണ്. ചോദ്യം 97 ശുചീന്ദ്ര ഉടമ്പടി ഒപ്പുവെച്ച തിരുവിതാംകൂർ ദിവാൻ. ഓപ്ഷൻ എ രാജാ കേശവദാസ്, ബി സി പി രാമസ്വാമി അയ്യർ, സി ഹോമിസൺ, ഡി അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. ശരിയുത്തരം എന്താണ്? ശരിയുത്തരം അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. ആരാണ് ശുചീന്ദ്ര ഉടമ്പടി ഒപ്പുവെച്ച തിരുവിതാംകൂർ ദിവാൻ? അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. കന്യാകുമാരിയിലെ ശുചീന്ദ്രം ക്ഷേത്രം സംബന്ധിച്ച് തിരുവിതാംകൂർ നാട്ടുരാജ്യവുമായി ബ്രിട്ടീഷ് തർക്കമുണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് തർക്കം പരിഹരിച്ച ഉടനടി 1900 അന്ന് ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള ശുചീന്ദ്ര ഉടമ്പടി ഒപ്പുവെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 98ലേക്ക് പോകാം. 98 എന്താണ്? മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് അഗ്രിമെൻ്റ് ഒപ്പുവെച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണെന്നാണ്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് അഗ്രിമെൻ്റ് ഒപ്പുവെച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ശരിയുത്തരം ബി രാമ അയ്യങ്കാർ. ശരിയുത്തരം എന്താണ്? ബി രാമ അയ്യങ്കാർ ആണ്. ആരാണ്? വി രാമ അയ്യങ്കാർ. 1886 ഒക്ടോബർ 29 999 വർഷത്തേക്കുള്ള, അതായത് 999 വർഷത്തേക്കുള്ള പെരിയാർ ലീസ് കരാർ അഗ്രിമെൻ്റ് ഒപ്പിട്ടത്. ഓക്കെ, ലീസ് കരാർ ഒപ്പിട്ടത് 1886 ഒക്ടോബർ 29 999 വർഷത്തേക്കുള്ള, അതായത് 999 വർഷത്തേക്കുള്ള പെരിയാർ ലീസ് കരാർ ഒപ്പിട്ടത് വി രാമ അയ്യങ്കാറാണ്. അന്നത്തെ ദിവാനായിരുന്നു വി രാമ അയ്യങ്കാർ. ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ഒപ്പിട്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 99ലേക്ക് പോകാം. 99 എന്താണ്?
ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ്. ഓപ്ഷൻ എ അവിട്ടം തിരുനാളാണ്. ഓപ്ഷൻ ബി ധർമ്മരാജയാണോ? ഓപ്ഷൻ സി റാണി ഗൗരി ലക്ഷ്മിബായി ആണോ? ഓപ്ഷൻ ഡി റാണി ഗൗരി പാർവതിബായി ആണോ? ആരാണ്? റാണി ഗൗരി പാർവതിബായി ആണോ? ഗൗരി ലക്ഷ്മിബായി ആണോ? ധർമ്മരാജയാണോ? അവിട്ടം തിരുനാളാണോ? ശരിയുത്തരം റാണി. 1812 ജന്മിമാർക്ക് ഭൂമിയിൽ പട്ടയം നൽകി അവകാശം ഉറപ്പാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ആരുടെ ഉപദേശപ്രകാരം? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ ഉപദേശപ്രകാരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം 100ലേക്ക് പോകാം. ചോദ്യം 100 എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ് ഏതാണ്? മുളക് മടിശീല. ഏതാണ്? മുളക് മടിശീലയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ്. ഓക്കെ, കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക സർക്കാരിൽ നിക്ഷിപ്തമാക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ 1743 തുടങ്ങിയ വാണിജ്യ വകുപ്പാണ് എന്ത്? മുളക് മടിശീല എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റേറ്റ് ട്രേഡിങ്ങിന്റെ ആദ്യ രൂപം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 101ലേക്ക് പോകാം. ചോദ്യം 101 എന്താണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണെന്നാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ഓപ്ഷൻ എ അറുമുഖം പിള്ളയാണോ? ബി മന്നത്ത് കൃഷ്ണൻ നായരാണോ? സി കേണൽ മൺറയാണോ? ഡി മുഹമ്മദ് ഹബീബുള്ളയാണോ? ശരിയുത്തരം മന്നത്ത് കൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന എം കൃഷ്ണൻ നായരാണ്. ശരിയുത്തരം എന്താണ്? മന്നത്ത് കൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന എം കൃഷ്ണൻ നായരാണ്. 1914 മുതൽ 20 വരെ കാലത്ത് ദിവാൻ ആയിരുന്നത് സർ എം കൃഷ്ണൻ നായരായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം 1914 മുതൽ 1918 വരെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 102ലേക്ക് പോകാം. ചോദ്യം 102 എന്താണ്? വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ തിരുവിതാംകൂറിൽ സ്ഥാപിച്ചത്. ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ DPI തിരുവിതാംകൂറിൽ സ്ഥാപിച്ചത് ആരാണെന്നാണ്. ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മിബായി, ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ, ഓപ്ഷൻ ഡി റാണി ഗൗരി പാർവതിബായി. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ശ്രീമൂലം തിരുനാളാണ്. ശരിയുത്തരം എന്താണ്? ശ്രീമൂലം തിരുനാളാണ്. 1894 ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് DPI സ്ഥാപിച്ചത്. ഓക്കെ, അങ്ങനെ 1817 എന്ത് സംഭവിക്കുന്നു? വിദ്യാഭ്യാസം സർക്കാരിന് ചുമതലയാണെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് ശേഷം 1894 ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ രൂപീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം 103 നോക്കാം. ചോദ്യം 103 എന്താണ്? ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണെന്നാണ്. ഓപ്ഷൻ എ മേരി പുന്നൻ ലൂക്കോസ്, ഓപ്ഷൻ ബി ദാക്ഷായണി വേലായുധൻ, ഓപ്ഷൻ സി അമ്മു സ്വാമിനാഥൻ. ശരിയുത്തരം എന്താണ്? ശരിയുത്തരം ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. എന്താണ് ശരിയുത്തരം? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. 1922 ആദ്യമായി പ്രജാസഭയിലെത്തിയ വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. ദാക്ഷായണി വേലായുധൻ പിന്നീട് 1945 കൊച്ചി നിയമസഭയിലെ ആദ്യ വനിതയാണ്. ദാക്ഷായണി വേലായുധൻ 1945 കൊച്ചി നിയമസഭയിലെ ആദ്യ വനിതയാണ്. ഓപ്ഷൻ സി അമ്മു സ്വാമിനാഥനോ? ഓപ്ഷൻ സി അമ്മു സ്വാമിനാഥൻ എന്താണ്? 894 മുതൽ 1978 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതോടൊപ്പം തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗവുമായിരുന്നു. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്നു. സാമൂഹിക പ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയുമായി തിളങ്ങി നിന്ന ഒരു വനിതയായിരുന്നു അമ്മു സ്വാമിനാഥൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 104ലേക്ക് പോകാം. ചോദ്യം 104 എന്താണ്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ റെസിഡന്റ് ദിവാൻ ആരാണെന്നാണ്. ഓപ്ഷൻ എ ഉമ്മിണി തമ്പി, ഓപ്ഷൻ ബി അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, സി എം ഇ വാട്സ്, ഡി കേണൽ മൺറോ. ശരിയുത്തരം എന്താണ്? ശരിയുത്തരം കേണൽ മൺറോ ആണ്. ഉത്തരം കേണൽ മൺറോ ആണ് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ റെസിഡന്റ് ദിവാൻ. അങ്ങനെയാണെങ്കിൽ ചോദ്യം 105ലേക്ക് പോകാം. ചോദ്യം 105 എന്താണ്? ചോദ്യം 105 ആധുനിക ലിപി വിളംബരം നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ്. ആരാണ്? ഓപ്ഷൻ എ ആയില്യം തിരുനാൾ, ഓപ്ഷൻ ബി ചിത്തിര തിരുനാൾ, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ, ഓപ്ഷൻ ഡി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ് ശരിയുത്തരം? ഉത്തരം സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ തമിഴ് മിശ്രിതമായിരുന്നു മലയാള ലിപി. അതായത് താമൊഴി എന്ന് പറയുന്നത് ഏതാണ്? തമിഴായിരുന്നു. ആദ്യകാല ഭാഷ എന്ന് പറയുന്നത് തമിഴായിരുന്നു. ഈ തമിഴിൽ നിന്നും
മലയാള ലിപിയെ പരിഷ്കരിച്ച് ആധുനിക ലിപി ആക്കിയതാരാണ്? 1830 സ്വാതി തിരുനാളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 106 പോകാം. ചോദ്യം 106 എന്താണ്? വേമ്പനാട്ട് കായലിൽ പാതിരാമണൽ ദ്വീപിനെ, വേമ്പനാട്ട് കായലിലെ ഒരു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്, ഈ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആരാണെന്നാണ്. എന്താണ് ചോദ്യം 106? എന്താണ്? വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആരാണെന്നാണ്. ഓപ്ഷൻ എ മെക്കാളെ, ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവ, ഓപ്ഷൻ സി ഉമ്മിണിത്തമ്പി, ഓപ്ഷൻ ഡി മൺട്രോ, കേണൽ മൺട്രോ. ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവയാണ്. ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവയാണ് എന്ത്? വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ. ഓക്കെ, പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് യോഗ്യമാക്കിയത് വേലുത്തമ്പി ദളവയാണ്. 1802 1809 കാലഘട്ടത്തിനിടയ്ക്ക് ആലപ്പുഴയിൽ ചെമ്പകശ്ശേരി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 107 പോകാം. ചോദ്യം 107 എന്താണ്? തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞു പോയ ചോദ്യമാണ്. ആരാണ്? ശരി ഉത്തരം മഹാറാണി ഗൗരി പാർവതിബായി ആണ്. ശരി ഉത്തരം എന്താണ്? മഹാറാണി ഗൗരി പാർവതിബായി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 108 പോകാം. 108 എന്താണ്? തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ വർഷം ഏതാണെന്നാണ്. ഓപ്ഷൻ 1812, ഓപ്ഷൻ ബി 1912, ഓപ്ഷൻ സി 1772. ശരി ഉത്തരം 1812, ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 109 പോകാം. എന്താണ് ചോദ്യം 109? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരെന്നാണ്. ഓപ്ഷൻ എ സ്വാതി തിരുനാൾ, ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ സി ആയില്യം തിരുനാൾ, ഓപ്ഷൻ ഡി പൂരാടൻ തിരുനാൾ. ഓപ്ഷൻ ഡി പൂരാടൻ തിരുനാൾ. ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാൾ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്തെ ദിവാനായിരുന്ന പി രാജഗോപാലാചാര്യാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. എന്തിൻ്റെ പേരിൽ? സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ആര്? ശ്രീ രാമകൃഷ്ണപിള്ള. അദ്ദേഹം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണത്തിലെ ദുഷ്പ്രഭുത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കുറിപ്പുകൾ എഴുതി, വാർത്ത എഴുതി. അതിൽ പ്രകോപിതരായ രാജാക്കന്മാർ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 110 പോകാം. 110 എന്താണ്? കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്നാണ്. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ആയില്യം തിരുനാൾ, ബി അനിഴം തിരുനാൾ, സി ഉത്രം തിരുനാൾ, ഡി സ്വാതി തിരുനാൾ. ശരി ഉത്തരം എന്താണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശരി ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 111 പോകാം. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ. ഓപ്ഷൻ എ ടി രാമറാവു, ബി ഉമ്മിണിത്തമ്പി, സി രാമയ്യൻ ദളവ, ഡി വേലുത്തമ്പി ദളവ. ശരി ഉത്തരം ഓപ്ഷൻ എ ടി രാമറാവു. ഓപ്ഷൻ എ ടി രാമറാവു ആണ് 111 ചോദ്യത്തിൻ്റെ ഉത്തരമായ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 112 പോകാം. 112 എന്താ? പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂളുകൾ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഓപ്ഷൻ എ ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി, സ്വാതി തിരുനാൾ, ശ്രീ ചിത്ര തിരുനാൾ, ശ്രീമൂലം തിരുനാൾ. ശരി ഉത്തരം ശ്രീമൂലം തിരുനാൾ. എന്താണ് ശരി ഉത്തരം? ശ്രീമൂലം തിരുനാൾ. എല്ലാ സർക്കാർ സ്കൂളുകളിലും എല്ലാ ജാതിമത വിഭാഗത്തിനും പ്രവേശനം അനുവദിച്ച് 1910 ഉത്തരവിട്ടതാരാണ്? ശ്രീമൂലം തിരുനാളാണ്. എന്താണ്? എല്ലാ സർക്കാർ സ്കൂളുകളിലും എല്ലാ ജാതിമത വിഭാഗത്തിനും പ്രവേശനം അനുവദിച്ചുകൊണ്ട് 1910 ഉത്തരവിട്ടതാരാണ്? ശ്രീമൂലം തിരുനാളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 113 പോകാം. 113 എന്താണ്? അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം. ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ചോദ്യം 114 പോകാം. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവ്. ഉത്തരം ശ്രീ വിശാഖം തിരുനാളാണ്. ശ്രീ വിശാഖം തിരുനാളാണ്. അങ്ങനെയാണ് 115 അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ ഫ്രണ്ട്സ്, ചോദ്യം 115 റിപ്പീറ്റേഷനാണ്, അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ക്യാൻസൽ ചെയ്യാണ്. ഇപ്പം നമ്മൾ ചോദ്യം 51 മുതൽ 114 വരെ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക്, അതായത് ഓഗസ്റ്റ് 22 10th പ്രിലിംസ് വരുന്നുണ്ട്, അതായത് മാറ്റി വെച്ചിരുന്ന സെക്കൻഡ് സ്റ്റേജ്
10th പ്രിലിംസ് ഓഗസ്റ്റ് 22-നാണ്. പിന്നെ ഒക്ടോബറിൽ നമുക്ക് VFA വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഡിഗ്രി മെയിൻസ് വരുന്നുണ്ട്. ഇതിലേക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന വിധത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, അതായത് കേരള ചരിത്രത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാരും അവരുടെ സംഭാവനകളും അവരുടെ ജീവിത കാലഘട്ടവും സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് നല്ല ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഈ 2 ക്ലാസ്, അതായത് പാർട്ട് 1 പാർട്ട് 2 കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷനുമായിട്ട് ഇനിയും ക്ലാസ്സുകൾ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്തോളൂ. പിന്നെ കമൻറ്റ് എന്തായാലും നിർബന്ധമായിട്ട് ഒന്ന് ചെയ്തിട്ടോളൂ കേട്ടോ. കാരണം കമൻറ്റുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. എന്തായിക്കോട്ടെ, മോശമായിക്കോട്ടെ, അല്ല ഇനി എന്തെങ്കിലും നന്നാക്കാനുണ്ട ക്ലാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്തിട്ടോളൂ. ഓക്കെ, ഞാൻ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ, സി യു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും ബൈ.